ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പം അതിഥിയെ എത്തിയിരിക്കുന്നത് BJP നേതാവ് ശ്രീ സന്ദീപ് വചസ്പതിയാണ്. നമുക്ക് നിറഞ്ഞ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശ്രീ സന്ദീപ് വചസ്പതി, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. Good morning. Thank you for invite. Okay, ശ്രീ സന്ദീപ് വചസ്പതി. Thank you. Thank you so much. ശ്രീ സന്ദീപ് വചസ്പതി, തിരഞ്ഞെടുപ്പ് ചൂടിലാണ് നാട് മുഴുവൻ. ഇന്നിപ്പോൾ ഒരു പ്രഖ്യാപനമൊക്കെ പ്രതീക്ഷിക്കുന്നു. ഞായറാഴ്ച ദിവസം കണക്കാക്കാതെ സാധാരണ നേരത്തെ ഞായറാഴ്ചയൊക്കെ പ്രഖ്യാപിച്ച ചരിത്രമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. മറ്റ് ഈ തിരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായിട്ടൊക്കെയുള്ള ചർച്ചകളൊക്കെ അവസാനിച്ച സ്ഥിതിക്ക് ഇന്നിപ്പോൾ ഒരു പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അന്തിമമായൊരു തീരുമാനം വന്നിട്ടില്ല എങ്കിൽ കൂടി, അതല്ലെങ്കിൽ നാളെ ഒരു പ്രഖ്യാപനം, ഈ 2 ദിവസങ്ങളിൽ എന്താണെങ്കിലും ഒരു പ്രഖ്യാപനമൊക്കെ പ്രതീക്ഷിക്കും. BJP എത്ര കണ്ട് ആത്മവിശ്വാസത്തിലാണ് ശ്രീ സന്ദീപ് വചസ്പതി? അതിൽ നിന്നും തുടങ്ങാം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളൊരു പ്രസ്ഥാനം തന്നെയാണ് BJP. കാരണം BJPക്ക് എപ്പോഴും തെരഞ്ഞെടുപ്പിന് സജ്ജമായിരിക്കുന്ന ഒരു സംഘടനയാണ് BJP. കേൾക്കുന്നുണ്ടോ? എനിക്കത് ഹൗളിയെ തിരിച്ചു കേൾക്കുന്നുണ്ട്. ഓക്കെ, ആ സാങ്കേതിക പ്രശ്നം എത്രയും വേഗം പരിഹരിച്ചു തരാം ശ്രീ സന്ദീപ് വചസ്പതി. പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ എപ്പോഴും സജ്ജമായിരിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും അതിനെ പൂർണ്ണ രീതിയിൽ നേരിടാൻ തന്നെ ഞങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ട്. എല്ലാവിധങ്ങളായ സംഘടനാപരമായ തയ്യാറെടുപ്പുകളും, അത് നമ്മുടെ കമ്മിറ്റി അല്ലെങ്കിൽ സംഘടനാപരമായ റാങ്ക് ആൻഡ് ഫയൽ മെച്ചപ്പെടുത്തുന്നത് അടക്കം ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തന്നെയാണ് മുൻപോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഫുൾ കോൺഫിഡൻസിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ ഒരു വിലയിരുത്തലിൽ കേരളത്തിൻ്റെ ഒരു ഗെയിം ചേഞ്ചർ ആകും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി വിലയിരുത്തുന്നത്. കാരണം കഴിഞ്ഞ 70 വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾ 2 മുന്നണികളെ മാറി മാറി പരീക്ഷിച്ചു. നമ്മളെല്ലാവരും കണ്ടതാണ്. കേരളത്തിലെ ജനങ്ങൾ ഇത്രകാലവും ആ മുന്നണി സമവാക്യങ്ങളിൽപ്പെട്ട് ഉഴറുകയായിരുന്നു. ജാതി നോക്കി, മതം നോക്കി, രാഷ്ട്രീയമായ ചില ഫോൾസ് പ്രപ്പഗണ്ടകളുടെയൊക്കെ പിറകെ പോയൊക്കെ മലയാളികൾ യഥാർത്ഥത്തിൽ പറ്റിക്കപ്പെടുകയായിരുന്നു എന്നാണ് BJPയുടെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇന്ന് രാജ്യം മുന്നോട്ടേക്ക് പോകുന്ന ഒരു പേസ് ഉണ്ട്. അത് നമുക്കറിയാം. ലോകത്ത് തന്നെ ഏറ്റവും അതിവേഗത്തിൽ വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥ എന്ന നിലയിലേക്ക് ഭാരതം എത്തിച്ചേർന്നിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടക്കുന്ന ഒരു രാഷ്ട്രം ഭാരതമാണ്. ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആദ്യ 2 രാഷ്ട്രങ്ങളിൽ ഒരെണ്ണമായി ഭാരതം മാറിയിരിക്കുന്നു. ഇങ്ങനെ എല്ലാ മേഖലയിലും, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലൊക്കെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകളാണ് നടക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ കേരളം മാത്രം എല്ലാ കാര്യത്തിലും ഒന്ന് കിതയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് ഈ 70 വർഷത്തെ മുന്നണി ഭരണത്തിൻ്റെ കുഴപ്പം തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ച 2 മുന്നണികളും അവർക്ക് തിരികെ നൽകിയത് വിശ്വാസവഞ്ചന മാത്രമായിരുന്നു. അതുകൊണ്ട് ഇത്തവണ അവർ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഒരു വിശ്വാസം ഉറപ്പിക്കും. BJP NDA കേരളത്തിൽ അധികാരത്തിൽ വരുന്നതോടുകൂടി കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഓക്കെ, ശ്രീ സന്ദീപ് വചസ്പതി, അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ ഒരു സാഹചര്യമല്ല, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലേതുപോലെയല്ല. ഇപ്പം ഈ അവസാനം നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ BJPക്ക് കഴിഞ്ഞു. പലയിടത്തും ഭരണം പിടിക്കാൻ BJP കഴിഞ്ഞു. മാത്രമല്ല, ഇപ്പം പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തിയാണ്. ഈ കഴിഞ്ഞ 2 മാസത്തിലെ 2 വട്ടം അദ്ദേഹം ഇവിടെ എത്തി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ പുറത്തിറക്കാൻ പാകത്തിന് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളടക്കം ഇടം പിടിച്ച ഒരു സ്ഥാനാർത്ഥി പട്ടിക BJPയുടെ കൈവശം റെഡിയായിട്ടിരിക്കുന്നു എന്നും അറിയുന്നു. ശ്രീ സന്ദീപ് വചസ്പതി, അങ്ങനെയാണെങ്കിൽ ഇത്തവണ ആത്മവിശ്വാസത്തോടുകൂടി എത്ര സീറ്റ് BJPക്ക് നേടാൻ കഴിയുമെന്ന് അങ്ങേക്ക് പറയാൻ കഴിയും? അങ്ങനെ നമുക്ക് സീറ്റുകളുടെ എണ്ണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പറയാൻ അസ്വാഭാവികമാണ്. അത് ഒരാൾക്കും പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അൾട്ടിമേറ്റ്ലി 140 സീറ്റുകളിലും വിജയിക്കണം എന്ന് തന്നെയാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു വിശ്വാസവും അവരുടെ ആഗ്രഹവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്ന സീറ്റുകളിൽ മാത്രമേ ഞങ്ങൾ വിജയിക്കുകയുള്ളൂ, ഇന്ന സീറ്റുകളിൽ വിജയിക്കും എന്ന് പറയാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. ഇത് ജനമാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ കേരളത്തിൻ്റെ ഒരു പൊതു മൂഡ് എന്നുള്ളത് അത് BJPക്ക് അനുകൂലമാണ്. BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ന് കേരളത്തിലുണ്ട്.
കാരണം ജനങ്ങൾ ഫെഡപ്പാണ്. രണ്ട് മുന്നണികളെ കൊണ്ട് ജനങ്ങൾ മടുത്തിരിക്കുന്നു, നിരാശരാണ്. ആ കാര്യം അവർക്കിനി എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ തന്നെ വസ്തുനിഷ്ഠമായി രാഷ്ട്രീയം മാറ്റിവെച്ച് ചിന്തിച്ചാൽ എന്താണ് രണ്ട് മുന്നണികൾക്കും കേരളത്തിലെ ജനങ്ങളോട് പുതിയതായി പറയാനുള്ളത്? 70 വർഷം അവസരം കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തവർ അടുത്ത 5 വർഷം കൊണ്ട് എന്തെങ്കിലും പുതിയതായി ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പം ജനങ്ങൾക്ക് മനസ്സിലായി ഇവരുടെ കയ്യിൽ ഇനി കരുക്കളൊന്നുമില്ല. രണ്ടുപേരും അവരുടെ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും പുറത്തെടുത്തു കഴിഞ്ഞു. പക്ഷേ അവരെല്ലായ്പ്പോഴും BJPക്കെതിരെ വർഗീയത ആരോപിക്കുന്നതിലൂടെ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞ് ജാതി സംഘടനകളെ, തീവ്രവാദ സംഘടനകളെയൊക്കെ ചേർത്ത് പിടിച്ച് BJPക്കെതിരെ അവർ കൈകോർക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെടുന്നത് കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങളാണ്, കേരളത്തിലെ ചെറുപ്പക്കാരുടെ അവസരങ്ങളാണ്. അപ്പോൾ ഇത് തുറന്നു കാണിക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP മുൻപോട്ടേക്ക് വെക്കുന്ന ഒരു രാഷ്ട്രീയം. കേരളത്തിലെ ജനങ്ങളെ BJP എന്തോ മോശം പാർട്ടിയാണ് എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുന്നതിലൂടെ കേരളത്തിൻ്റെ അവസരങ്ങളാണ് ഇവരില്ലാതെയാക്കിയത്. ഇതാ നോക്കൂ നിങ്ങൾ, 12 വർഷമായി രാജ്യം നരേന്ദ്രമോദി അതിമനോഹരമായി മുൻപോട്ടേക്ക് നയിക്കുന്നു. ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നേതാവായി നരേന്ദ്രമോദി മാറുന്നു. ഭാരതം എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു പ്രൈം സ്പേസ് അല്ലെങ്കിൽ പ്രൈം പ്ലേസിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ BJP ഭരണത്തിൽ മാത്രമാണ് സാധിച്ചത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചുകൊണ്ട് എന്തുകൊണ്ട് BJP വന്നുകൂടാ? BJP വന്നാൽ എന്താണ് കുഴപ്പം? ഇവര് ഇത്രയും കാലം ജനങ്ങളെ ഒരു കാര്യം കൂടി ഇതിനിടയ്ക്ക് അങ്ങേക്ക് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പം ഈ തിരഞ്ഞെടുപ്പിൽ അങ്ങനെയാണെങ്കിൽ BJPയുടെ മുഖ്യ പ്രചാരണ ആയുധം വികസനം തന്നെ ആയിരിക്കുമോ? തീർച്ചയായിട്ടും. ഞങ്ങൾ എപ്പോഴും പറഞ്ഞല്ലോ, ഇടതും മതിയായി വലതും മതിയായി. കാര്യം മാറാത്തതിന് മാറണമല്ലോ. ഇത്രയും കാലം ഇവർ കേരളത്തെ മാറ്റാൻ സമ്മതിച്ചിട്ടില്ല. അപ്പം ഞങ്ങളതിനെ രാഷ്ട്രീയമായി പറയുന്നത് പഴയ നാറാണത്ത് ഭ്രാന്തൻ്റെ ഒരു കഥ പോലെയാണ്. മലയാളി ഓരോ 5 വർഷം കൂടുന്തോറും പുതിയ വരങ്ങൾ തേടുകയാണ്. എന്താണ്? ഇടത് കാലിലെ മന്ത് വലത് കാലിലേക്ക് മാറും, അല്ലെ വലത് കാലിലെ മന്ത് ഇടത് കാലിലേക്ക് മാറും എന്നുള്ളതല്ലാതെ ഈ മന്ത് കാലിൻ്റെ പൊസിഷൻ മാറുന്നു എന്നുള്ളത് മന്ത് എന്ന് പറയുന്ന രോഗം മാറാത്ത ഒരു രോഗിയുടെ അവസ്ഥ പോലെയാണ് കേരളം. എല്ലാ 5 വർഷം കൂടുമ്പോൾ, ഇതാദ്യമായിട്ടാണല്ലോ ഒരു കണ്ടിന്യൂസ് ടൈം കിട്ടിയത്. 5 വർഷം കൂടുമ്പോൾ ഈ മുന്നണി ഭാരം നമ്മൾ ചുമക്കുകയാണ് മലയാളികൾ. എവിടെയാണ് നിങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത്? നോക്കൂ, കേരളത്തിൻ്റെ പൊതുകടം അടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിന് ഇനി പ്രതീക്ഷിക്കാനൊന്നുമില്ല. കേരളം എന്നുള്ളത് നമ്മൾ നോക്കും, നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ നാട് വിട്ടുപോവുകയാണ്. പുതിയ തലമുറയ്ക്ക് കേരളത്തിൽ പഠിക്കേണ്ട, അവർക്ക് കേരളത്തിൽ ജോലി ചെയ്യേണ്ട, എന്തിന് കേരളത്തിൽ താമസിക്കുക പോലും വേണ്ട. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ ആരാണ് തള്ളിയിട്ടത്? 70 വർഷം ഭരിച്ച ഒരു ഭരണാധികാരിക്കും ഇതിൽ റോളില്ലേ? അപ്പോൾ ഞാനതാ പറഞ്ഞത്, ഇവർക്ക് പുതിയ വികസന സ്വപ്നങ്ങൾ, കേരളത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർ തയ്യാറല്ല. കാരണം പ്രശ്നങ്ങൾ നിലനിന്നെങ്കിൽ മാത്രമേ അത് കാണിച്ച് ജനങ്ങളെ ഇവർക്ക് ഭീതിപ്പെടുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവർ അടിസ്ഥാന പ്രശ്നങ്ങളിൽ അടക്കം രണ്ടുപേരും ചേർന്ന് കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ തകർത്തിരിക്കുകയാണ്. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് കേരളം എന്നുള്ളത് ഇന്നുള്ള ഭീതി കൊടുക്കുന്ന ഒരു ഇടമായി മാറിയിരിക്കുന്നു. അവർക്ക് കേരളം എന്ന് കേൾക്കുന്ന ഒരു നൈറ്റ്മെയർ പോലെയാണ്. അവരിവിടം വിട്ടുപോവുകയാണ്. നിങ്ങൾ എൻ്റെ അഭിപ്രായം രാഷ്ട്രീയമായി നിങ്ങൾ എടുത്തുകൊള്ളൂ. എങ്കിലും നിങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഏത് ചെറുപ്പക്കാരോട് ചോദിക്കൂ. 15 or 17 വയസ്സുള്ള ഒരു കുട്ടിയോട്, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നിങ്ങൾ ചോദിക്കൂ എന്താ നിങ്ങളുടെ അടുത്ത പരിപാടി എന്ന് ചോദിച്ചാൽ അവരെന്താ പറയാ? മനോഭാവം കൂടിയാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതല്ലെങ്കിൽ പുറത്തു പോകണം, എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയുടെ ഭാഗം കൂടിയാണെന്ന് തോന്നുന്നു. അതിലൊക്കെ ഒരു മാറ്റം വരുമെന്ന് കൂടി പ്രതീക്ഷിക്കാം. കാരണം യുവതലമുറ ഇവിടെ വേണമല്ലോ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനായിട്ട്. ശരി സന്ദീപ് വാചസ്പതി, സമയപരിമിതി കൊണ്ട് മാത്രമാണ് ഞാൻ ഇനിയിപ്പം ഈ വാർത്താ വിഷയങ്ങളിലേക്ക് കൂടി അങ്ങയുടെ പ്രതികരണം തേടുകയാണ്. ഇന്നിപ്പം മാർച്ച് മാസം 15 ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് വിശാല ബെഞ്ച് അടുത്ത മാസം 7 മുതൽ കേട്ടു തുടങ്ങും. ഇവിടെ ഇപ്പം മിക്കവാറും നമ്മളൊക്കെ ഈ വോട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ജനവിധിക്ക് കാത്തു നിൽക്കുന്ന സമയത്തായിരിക്കും ഈ കേസിൽ കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടാവുക. അപ്പം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രീം കോടതിയിൽ ഇടതു സർക്കാർ നിലവിൽ സ്വീകരിച്ച നിലപാട്, 17 പേജുള്ള സത്യവാങ്മൂലത്തിലെ പരാമർശത്തെ BJP എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശ്രീ സന്ദീപ് വാചസ്പതി. BJP മാത്രമല്ലല്ലോ, മുഴുവൻ മലയാളികൾ അല്ലെങ്കിൽ ഈ ശബരിമല പ്രശ്നം അറിഞ്ഞിട്ടുള്ള എല്ലാ ജനങ്ങളും പരിഹാസത്തോടു കൂടിയല്ലാതെ ഇവരെ കാണുകയുള്ളൂ. എന്തായിരുന്നു ഇവരുടെ നിലപാട്? എന്താണ് ഇപ്പോഴത്തെ നിലപാട്? ഇത് തന്നെയല്ലേ ഭാരതീയ ജനതാ പാർട്ടി ഈ വിധി വന്ന ദിവസം അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയുടെ പ്രസ്താവന നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. അദ്ദേഹം അന്ന് വളരെ കൃത്യമായി പറഞ്ഞില്ലേ, കേരളത്തിൽ ഈ വിധിയെ അവധാനതയോടുകൂടി സമീപിക്കണം.
ഈ വിധി നമുക്ക് കൂട്ടായ ചർച്ചയിലൂടെ വിശ്വാസ ലംഘനം നിങ്ങൾ നടത്തരുത് എന്ന് വളരെ പക്വതയോടുകൂടി സർക്കാരിനെ ഉപദേശിച്ചത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമായിരുന്നു. പക്ഷേ എന്തായിരുന്നു സർക്കാർ സ്വീകരിച്ച നിലപാട്? ആരുടെയും ഉപദേശം വേണ്ട. അന്ന് കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ പറഞ്ഞു, നിങ്ങൾ ഹൈന്ദവ സംഘടനാ നേതാക്കന്മാരുമായി ചർച്ച നടത്തണം. ശബരിമലയിൽ ആചാര്യന്മാരുണ്ട്, അവരുമായി ശബരിമലയിലെ കാര്യങ്ങൾ അറിയുന്ന ആചാരവുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരുണ്ട്, അവരുമായി നിങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് അന്ന് ദ വെരി ഫസ്റ്റ് ഡേ ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ടേക്ക് വെച്ചില്ലേ നിലപാട്? അന്ന് സർക്കാർ എന്താ പറഞ്ഞത്? വെല്ലുവിളിക്കുകയായിരുന്നു. എന്തു വില കൊടുത്തും അല്ലേ? പിണറായി വിജയൻ അതൊന്നും വാശി പോലെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അജണ്ടയാക്കിയല്ലേ എടുത്തത്? ശബരിമല എന്നുള്ളത് എന്തു വില കൊടുത്തും CPIM അവിടെ കയറും, സ്ത്രീകളെ അവിടെ കയറ്റും എന്ന ഒരു നിലപാടല്ലേ CPIM സ്വീകരിച്ചത്? നിങ്ങൾ നോക്കൂ, കേരള പോലീസിൻ്റെ യൂണിഫോം പോലും ഊരിക്കൊടുത്തില്ലേ പോലീസ്? ലോക ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ഫോഴ്സ് അവരുടെ ഡിഗ്നിറ്റിയുടെ ഭാഗമാണ്, അവരുടെ മൊറയിലിൻ്റെ ഭാഗമാണ് യൂണിഫോം എന്നുള്ളത്? ആ യൂണിഫോം ഒരു രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി, ഞാൻ സ്ത്രീകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനൊന്നും തയ്യാറല്ല, പക്ഷേ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി നടക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഊരിക്കൊടുത്ത പോലീസല്ലേ കേരളത്തിൻ്റെ? ആരാണ് കേരള പോലീസിൻ്റെ യൂണിഫോം അതിനുവേണ്ടി ഊരിപ്പിച്ചത്? ഈ പിണറായി വിജയനും AKG സെൻറ്ററും അല്ലേ? എന്നിട്ട് പിണറായി വിജയൻ പരിഹസിച്ചില്ലേ, അപഹസിച്ചില്ലേ കേരളത്തിലെ വിശ്വാസ സമൂഹത്തെ? അതിനുശേഷം എന്താ ശബരിമലയിൽ നടന്നത്? അന്നും ഞങ്ങൾ പറയുന്നു, എന്തിനാണ് ഈ തിടുക്കം, എന്തിനാണ് ഈ വൈരാഗ്യ ബുദ്ധി? കേരളത്തിലെ ഹൈന്ദവ ജനതയോട്, അയ്യപ്പ വിശ്വാസികളോട് വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് പിണറായി വിജയൻ പെരുമാറിയത്. ഇന്ന് കോടതിയിൽ നിന്നടക്കം തിരിച്ചടി നേരിടുമ്പോൾ ഞങ്ങൾ ഇതിന് അനുകൂലമാണ് എന്ന് പറയാൻ നിങ്ങൾ കുളിപ്പില്ലേ എന്നാണ് കോടിക്കണക്കിന് മനുഷ്യർ ചോദിക്കുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ഇവരൊക്കെ ഒരേപോലെ പറയുന്നത് പാർട്ടി ഇപ്പോഴും പുരോഗമനവാദത്തിൽ തന്നെയാണ്, പക്ഷേ സർക്കാരിന് എല്ലാവരുടെയും വികാരം മാനിക്കേണ്ടി വരും, അതുകൊണ്ട് ഈ നിലപാട് സ്വീകരിക്കുന്നു എന്നാണ്. ഇത് അങ്ങനെ ഒന്നാകും, അങ്ങനെ ഒരു കാര്യമാകുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ ശ്രീ സന്ദീപ് വാചസ്പതി? ഇപ്പം അങ്ങനെയാണെങ്കിൽ 2018 തന്നെ ഈ പ്രതിഷേധങ്ങളൊക്കെ നടന്നപ്പോഴും പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ നിരത്തിലിറങ്ങിയപ്പോഴും അവരുടെ വികാരങ്ങളൊക്കെ അറിയേണ്ടതായിരുന്നില്ലേ സർക്കാരിന്? മുന്നണിക്കും രണ്ട് നിലപാടായിരുന്നുവെങ്കിൽ ഈ സർക്കാർ തീർച്ചയായിട്ടും അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ശരി, ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെയാണ് CPIMന്റെ നിലപാട് എങ്കിൽ ഇതിനെ സാധൂകരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ CPIMന്റെ നേതൃത്വത്തിൽ നിന്നുണ്ടായതായി കാണിക്കാൻ പറ്റുമോ? എന്തായിരുന്നു CPIM നേതൃത്വം പറഞ്ഞത്? ഇപ്പോൾ നിങ്ങളെടുത്ത ഈ നിലപാടുണ്ടല്ലോ, ശരി, പുരോഗമനപരമാണ് സർക്കാരിൻ്റെ നിലപാട്, നമ്മളെല്ലാവരും പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്, അത് ചെയ്യുന്നവരുമാണ്. ശരി, ഞങ്ങളെന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ശബരിമലയിലെ സുപ്രീം കോടതി വിധി നടപ്പാക്കണമെങ്കിൽ അവധാനതയോടുകൂടി വേണം. വിശ്വാസം എന്നുള്ളത് ഒരു മനുഷ്യനിൽ രൂഢമൂലമായിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിനെ ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്ന് നിങ്ങൾക്ക് ആർക്കും തുടച്ചു മാറ്റാൻ പറ്റില്ല. അതിന് നിങ്ങൾ സമൂഹത്തെ തയ്യാറെടുപ്പിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്ന നിലപാടുണ്ടെങ്കിൽ ഒരു ഡിസ്കോഴ്സ് നടത്തി നിങ്ങൾക്ക് അജണ്ടകളില്ല എന്ന് വിചാരിക്കുക. ഈ സർക്കാരിനും CPIMനും അജണ്ട ഇല്ലായിരുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശാലമായ ജനസഭ വിളിച്ചു കൂട്ടുക, പൊതുജനങ്ങളുടെ അഭിപ്രായം തേടൂ. ശബരിമലയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എത്രയോ മനുഷ്യർ ശബരിമലയെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനിയും താന്ത്രിക ആചാര്യന്മാരില്ലേ, ഇവിടുത്തെ പൂജാവിധികൾ അറിയുന്നവരില്ലേ, അനുഷ്ഠാനങ്ങൾ അറിയുന്നവരില്ലേ? അൾട്ടിമേറ്റ്ലി ഇതൊക്കെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണല്ലോ. നിങ്ങൾക്ക് ആരാണ് അമ്പലത്തിൽ പോകുന്നത്? വിശ്വാസമുള്ളവനാണ് പോകുന്നത്. അവൻ്റെ വിശ്വാസം ഇതാണ്. നിങ്ങൾക്കതിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കലാണല്ലോ. നിങ്ങൾ വിശ്വാസത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസി പറയുന്നത് കേൾക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് വേണം ചോദിക്കുക, എന്തിനാണ് സുപ്രീം കോടതി വിധിക്ക് വിശ്വാസിയുടെ അഭിപ്രായം? സ്വാഭാവികത വിശ്വാസ പ്രശ്നമായതുകൊണ്ടാണ്. അങ്ങനെ നിങ്ങൾ ഒരു ചർച്ച നടത്തി കേരളത്തിലെ പൊതുസമൂഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുൻപോട്ട് പോയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു, വേണമെങ്കിൽ സർക്കാരിന് ഒരു തുള്ളി ചോര പൊടിയാതെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും അഭിപ്രായത്തോടുകൂടി ശബരിമല യുവതി പ്രവേശം വേണമെങ്കിൽ സാധ്യമായേനെ. പക്ഷേ ഇതെന്താ ചെയ്തത്? നിങ്ങൾ കേരളത്തിലെ മുഴുവൻ വിശ്വാസ സമൂഹത്തെയും വെല്ലുവിളിച്ചു, നിങ്ങളെ അടിച്ചൊതുക്കി. ഞാൻ പറയട്ടെ, ഞാനടക്കം കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരുടെ പേരിൽ 10,000 കേസുണ്ട്. ഞാനിത് 1-2 അല്ല, 10,000 കേസ്. ഞാൻ ഉറച്ച ബോധ്യത്തോട് ഞാൻ പറയാം, ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ചെങ്ങന്നൂരിലാണ്. ഇവിടെ തൊട്ടപ്പുറത്തെ സ്ഥലമാണ് മാന്നാർ പോലീസ് സ്റ്റേഷൻ ഫയൽ ചെയ്ത ഒരു കേസുണ്ട്. ആ കേസിലെ 1-ാം പ്രതി ആരാണെന്ന് അറിയുമോ? കേരളത്തിലെ പ്രബുദ്ധരായ ജനത അറിയാൻ പറയാം. 95 വയസ്സുള്ള ശ്രീ O രാജഗോപാലാണ് അതിലെ 1-ാം പ്രതി.
ആരൊക്കെ അതിലെ മറ്റു പ്രതികളെന്ന് അറിയാമോ? ഒ രാജഗോപാൽ, PS ശ്രീധരൻപിള്ള, ശോഭാ സുരേന്ദ്രൻ, K സുരേന്ദ്രൻ, MT രമേശ്, കുമ്മനം രാജശേഖരൻ, ശശികല ടീച്ചർ, വത്സൻ തില്ലങ്കേരി, ദെൻ നമ്മളുടെ V മുരളീധരൻ തുടങ്ങി കേരളത്തിലെ മുഴുവൻ BJP സംഘപരിവാർ നേതാക്കന്മാർ അതിൽ പ്രതിയാണ്. ആ FIR-ന്റെ വാചകം എന്താണെന്നറിയാമോ? ശബരിമലയിൽ യുവതീ പ്രവേശം നടന്നതിന് ശേഷം BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ ദിവസം മാന്നാർ ജംഗ്ഷൻ വഴി വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി കടന്നു പോവുകയായിരുന്ന സംഘം എതിരെ വന്ന മാരുതി സ്വിഫ്റ്റ് കാറിൽ വന്ന കുടുംബത്തെ തടഞ്ഞു നിർത്തി, വടിവാൾ കാട്ടി അവരെ ഭീഷണിപ്പെടുത്തി, കൊല്ലുമെന്ന് പറഞ്ഞു, കാർ അടിച്ചു തകർത്തു. കാറിന് എൻ്റെ എമൗണ്ട് സബ്ജക്റ്റ് ടു കറക്ഷൻ 3000-5000 രൂപയുടെ കേടുപാടുകൾ വരുത്തി എന്ന തരത്തിലാണ് ഈ കേസ്. ആരോ പ്രതി? ഒ രാജഗോപാൽ. 95 വയസ്സുള്ള ഒ രാജഗോപാൽ വടിവാളുമായി മാന്നാർ ടൗണിൽ കൂടെ നടന്നു. കേന്ദ്രമന്ത്രിമാരായിരുന്ന V മുരളീധരൻ, PK കൃഷ്ണദാസ്, ഗവർണറായിരുന്ന ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ, ഇവരൊക്കെ വടിവാളുമായി മാന്നാർ ജംഗ്ഷനിൽ കൂടെ കടന്നുപോയെന്നാണ് FIR. ഈ ഉളുപ്പുണ്ടോ? ഇതിനെ സത്യത്തിൽ നിയമ സംവിധാനത്തെ ഇത്രയേറെ അട്ടിമറിക്കാൻ എങ്ങനെയാണ് ഒരു സർക്കാരിന് സാധിക്കുക? അപ്പൊ ഇത്തരത്തിൽ എന്തിനായിരുന്നു ഇങ്ങനെ വൈരാഗ്യത്തോടു കൂടി പെരുമാറിയത്? സർക്കാരിൽ ഞാൻ ചോദിക്കുന്നത്, കേരള പോലീസിൽ എഴുത്തുമായതിനെ അറിയുന്ന ആരുമില്ലേ? ഏതെങ്കിലും ഒരു SI രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി FIR ഇട്ടാൽ അതെടുത്ത് ചവറ്റുകൊട്ടയിൽ കളയാനുള്ള ബുദ്ധിയും വിവേചനശീലവും കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇല്ലാത്തതുകൊണ്ടാണോ? എന്താണെങ്കിലും അതിൽ നിലപാട് മാറ്റിക്കൊണ്ട് വിശ്വാസത്തിനൊപ്പം നിൽക്കുന്നു. പിന്നെ ഇപ്പം ഈ സുപ്രീം കോടതി വിധി വന്ന സമയത്ത് എല്ലാവരും സുപ്രീം കോടതി വിധിക്കൊപ്പം ആയിരുന്നു. പക്ഷെ പിന്നീട് ഗ്രൗണ്ട് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് മാറിയവരായിരുന്നു മറ്റുള്ളവർ. ഇപ്പം BJP അടക്കം. തുടർന്നോളൂ ശ്രീ സന്ദീപ്. ഒരിക്കലുമല്ല നിലപാട് മാറിയതല്ല, നിലപാട് മാറ്റിയതാണ്. കേരളത്തിലെ ജനശക്തിയുടെ മുൻപാകെ അതാ ഞാൻ പറഞ്ഞത്, ഗ്രൗണ്ട് പൊളിറ്റിക്സ് മനസ്സിലാക്കി ഗ്രൗണ്ട് എതിരാണെന്ന് അറിഞ്ഞപ്പോൾ മറ്റുള്ളവർ നിലപാട് മാറ്റി. സർക്കാർ പക്ഷെ അന്ന് അതിൽ തന്നെ ഉറച്ചു നിന്നു. പിന്നീട് അത് തിരിച്ചടിയാണെന്ന് ബോധ്യപ്പെട്ടു. ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് കാലം വന്നപ്പോഴത്തേനും സർക്കാർ ജനവികാരങ്ങൾക്കൊപ്പം നിൽക്കുന്നു. ശ്രീ സന്ദീപ് വചസ്പതി, മറ്റൊരു കാര്യം, ഈ ചെങ്ങന്നൂരിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ ശ്രീ സന്ദീപ്? കാരണം അറിയാം, പാർട്ടിയാണ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കുക. എന്നാലും അങ്ങയുടെ പേരാണ് തുടക്കം മുതൽ കേട്ടിരുന്നത്. ഇപ്പോൾ PS ശ്രീധരൻപിള്ളയുടെ പേരും കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അങ്ങയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. അത് ചെങ്ങന്നൂരിൽ കലഹമുണ്ട് എന്ന് വാർത്തകൾ വരാൻ അത് ഒരു പരിധിവരെ ഇടയാക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ അങ്ങയുടെ പോസ്റ്റ് വായിക്കുമ്പോൾ അതിൽ നിന്ന് ആരെയാണ് ഉദ്ദേശിക്കുന്നത് ഒന്നും വായിച്ചെടുക്കാൻ കഴിയില്ലെങ്കിലും അതിനെ പലതായി വ്യാഖ്യാനിച്ച് പലയിടങ്ങളിലും വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടു. അപ്പം ശരിക്കും ചെങ്ങന്നൂരിൽ BJP-യിൽ എന്തെങ്കിലും പ്രശ്നം നിലനിൽക്കുന്നുണ്ടോ? ആക്രാന്തം മൂത്ത നേതാവ് അത് ആരാണ് ശ്രീ സന്ദീപ് വചസ്പതി? അങ്ങ് ഈ ചോദ്യം ചോദിച്ചത് വളരെ നന്നായി. എനിക്ക് രാവിലെ വളരെ സന്തോഷം, നന്ദി പറയുന്നു ഞാനിത്. കാരണം സത്യത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഔചിത്യബോധത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നു. നിങ്ങൾക്ക് ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ എന്താണെന്ന് ചോദിക്കാനുള്ളൊരു മര്യാദ ആദ്യം കാണിക്കണമായിരുന്നു. ഇപ്പോൾ ഞാനൊരു സത്യാവസ്ഥ തുറന്നു പറയാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കിലാണ്. അപ്പോൾ ഞാൻ രാത്രിയിൽ കിടക്കാൻ തുടങ്ങുന്ന സമയത്താണ് കോഴിക്കോട്ട് NCP നേതാവ് ശശീന്ദ്രനെതിരായ ഒരു വാർത്ത കാണും. നമുക്കറിയാം, ഞാൻ ടെലിവിഷൻ കണ്ടിട്ട് കുറേ ദിവസങ്ങളായി. പക്ഷേ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ അവരുടെ കമ്മിറ്റി കഴിഞ്ഞിട്ട് 2 നേതാക്കന്മാർ അപ്പുറവും നിന്ന് തർക്കിക്കുന്ന ഒരു വീഡിയോ കണ്ടു. അതിലൊരു നേതാവ് പറയുകയാണ്, ശശീന്ദ്രനെ 86 വയസ്സോ 87 വയസ്സോ എന്തോ ആയിട്ടുണ്ട്, അയാൾ 9 തവണ മത്സരിച്ചതാണ്, ഇത്തവണ അയാൾ മാറി നിൽക്കണമെന്ന് ഞങ്ങൾ പ്രമേയം അവതരിപ്പിച്ചു. അപ്പോൾ മറ്റൊരു നേതാവ് പറയും, അങ്ങനൊരു പ്രമേയമില്ല. ഇത് കണ്ടപ്പോൾ ഇതിനോടൊപ്പമാണ് K സുധാകരൻ്റെ സീറ്റ് ചർച്ച, G സുധാകരനുമായി ബന്ധപ്പെട്ട ചർച്ച. ഞാൻ നോക്കും, ഇവരൊക്കെ 75 വയസ്സും 72 വയസ്സും കഴിഞ്ഞവരാണ്. ഞാൻ ഇവരെ പറ്റിയാണ് പോസ്റ്റ് ഇട്ടത്. ഭാരതീയ ജനതാ പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് ബന്ധവുമായിപ്പെട്ട തർക്കമുണ്ടോ? നിങ്ങൾക്ക് അജണ്ടകൾ ഉണ്ടാകാം, ദേവിയത് നമ്മുടെ വണ്ടേ കെട്ടിവെക്കരുത്. ശ്രീധരൻപിള്ള സാർ പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തിന് എവിടെയും മത്സരിക്കണം? അദ്ദേഹത്തെ ഈ പാർട്ടി, അദ്ദേഹം തന്നെ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഈ പാർട്ടിയാണ്. അദ്ദേഹം വളരെ മാന്യമായി എത്രയോ തവണ നിങ്ങളോട് പറഞ്ഞു, ദേവിയത് എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചിഴക്കരുത്. അപ്പോൾ നിങ്ങൾ ഔചിത്യമില്ലാതെ നിങ്ങൾക്ക് വായി തോന്നിയ വാർത്ത കൊടുത്തിട്ട് അത് കേരളത്തിൽ BJP-ക്കകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് വരുത്തി തീർക്കുന്നത് ഖേദകരമാണ്. അത് ജനം പുച്ഛിച്ചു തള്ളത്തേ ഉള്ളൂ. നമുക്കറിയാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞത്, കേരളത്തിലെ 2 മുന്നണികൾക്കകത്ത് നേതാക്കന്മാർ 8ഉം 9ഉം ടേം മത്സരിച്ചവർ, 87 വയസ്സായ മനുഷ്യൻ. ഇനി 87 വയസ്സായ ഞാൻ അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യലിനെയോ ക്രെഡിബിലിറ്റിയോ ഒന്നും ചോദ്യം ചെയ്യില്ല. പക്ഷേ ഒരു 9 തവണയൊക്കെ മത്സരിച്ച ഒരാൾ വീണ്ടും സീറ്റിന് വേണ്ടി കടിപിടി കൂടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ വേറെ എന്താ എഴുതേണ്ടത്? അതിനെ നിങ്ങൾ
മറ്റുള്ളവരുടെ തലയിലേക്ക് വളച്ചു വെക്കുക എന്നൊക്കെ പറഞ്ഞ അതിബുദ്ധിയാണ്. അതൊക്കെ മനസ്സിലാക്കാനുള്ള പക്വതയും പ്രായവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. സന്ധ്യ വാചസ്പതി, ഒരു കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കാം. ഇതിപ്പം ക്ലിയറായി അങ്ങ് പറഞ്ഞപ്പോൾ തന്നെ ആരാണ് ആ ആക്രമണ മൂത്ത നേതാവല്ല നേതാക്കൾ ഉണ്ടെന്നിപ്പം അതിൽ നിന്ന് മനസ്സിലായി. സന്ധ്യ വാചസ്പതി, ഇപ്പം CPIM അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി C ശ്യാംജി പറഞ്ഞത് വലിയ ചുടുകാട്ടിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ കയറാൻ RSSന് G സുധാകരൻ അനുമതി നൽകിയതാണ്. ശ്രീ സന്ദീപിന് G സുധാകരൻ ആണോ അനുമതി നൽകിയത്? മറ്റൊന്ന്, ഇത്തവണയും ഇലക്ഷൻ സമയത്ത് പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ വലിയ ചുടുകാട്ടിൽ പോകുമോ ശ്രീ സന്ദീപ്? ഇത്തവണ പോകുമോ എന്ന് ചോദിച്ചാൽ, ഞാൻ അന്ന് കഴിഞ്ഞ തവണ ആലപ്പുഴ മത്സരിച്ചതുകൊണ്ടാണ് ആലപ്പുഴയിലുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മാരകം എന്നതിൽ അവിടെ സന്ദർശിച്ചത്. പിന്നെ എനിക്ക് അനുമതി നൽകിയത് സുധാകരനാണ് എങ്കിൽ അത് G സുധാകരൻ തന്നെ വെളിപ്പെടുത്തട്ടെ. അതായത് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറയട്ടെ. G സുധാകരൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്, അനുമതി തന്നിട്ടുണ്ട് എങ്കിൽ ഈ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാർ അറിയാതെ G സുധാകരൻ എന്നെ അതിൽ കയറ്റിവിടാൻ പറ്റുമോ? അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറിയുടെ അന്നത്തെ ചുമതല എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഏരിയ കമ്മിറ്റിക്ക് താഴെ ആയിരിക്കുമല്ലോ അദ്ദേഹത്തിൻ്റെ ചുമതല, മുകളിൽ നിന്ന് തരം താഴ്ത്തിയപ്പെട്ട ആളല്ലല്ലോ. അപ്പോൾ അത്രയും പ്രാദേശിക തലത്തിലുള്ള അദ്ദേഹം അറിയാതെ എന്തായാലും ഇത് നടക്കില്ല. അതുകൊണ്ട് G സുധാകരൻ മറുപടി പറയട്ടെ എന്ന് എനിക്ക് കാര്യത്തിൽ മറുപടിയുള്ളൂ. ഓക്കെ, ശരി. ശ്രീ സന്ധ്യ വാചസ്പതി, അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കാലമാണ്, പലയിടത്തും അങ്ങയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ വിജയിച്ച് തിരിച്ചു വരൂ. അങ്ങേക്ക് എല്ലാവിധ ആശംസകൾ കൂടി നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ.